അടുക്കളയിലുള്ള വളരെ കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് നമ്മൾ എന്നും അടുക്കളയിൽ യൂസ് ചെയ്യുന്ന വളരെ കുറഞ്ഞതായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് വന്നിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ലതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. എന്നോട് ഒരുപാട് ആളുകൾ പറയാറുണ്ട് തലയോട്ടിയിൽ മുടിയൊക്കെ പോയി നെറുകെ തെളിഞ്ഞു വരുന്നു എന്നൊക്കെ. അപ്പോൾ അതൊക്കെ മാറി തലയോട്ടി നല്ല തിക്കായിട്ട് മുടി വളരാനും നല്ല കറുപ്പും നല്ല സിൽക്കി ആയിട്ട് വരാനും സഹായിക്കുന്ന ഒരു പാക്കാണ്. കഴിഞ്ഞ കുറേ നാളുകളായി എൻ്റെ തലയോട്ടിയിൽ മുടിയൊക്കെ പോയിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നുണ്ടാവും നല്ല രീതിക്ക് തലയോട്ടി തെളിഞ്ഞ് കാണാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു പാക്ക് ആഴ്ചയിൽ ഒരു 3 തവണ വെച്ച് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ നല്ല രീതിക്ക് എനിക്ക് വ്യത്യാസം കണ്ടു തുടങ്ങി കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ എൻ്റെ ആ ഒരു തലമുടിക്ക് നല്ല ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നല്ല രീതിക്ക് മുടി ഇല്ലാത്തതാണ് കാണുന്നതെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ തലയോട്ടി നല്ല തിക്നെസ്സോടും കൂടി മുടി വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുമല്ലേ. ഇതിനുള്ളൊരു ഹെയർ പാക്കാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അടുക്കളയിൽ എന്നും നമ്മൾ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ മാത്രം മതി കേട്ടോ. പക്ഷേ ഒരു സംഭവം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 1-2 തവണ ചെയ്തിട്ട് ഇട്ട് കളഞ്ഞിട്ട് എനിക്ക് ഇതിന് ഫലമൊന്നും കിട്ടിയില്ല എന്നൊന്നും പറയാൻ നിൽക്കരുത് കേട്ടോ. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് എനിക്കൊരു ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. ഹായ് ഡിയർ, സാരിയാണ് ഫ്രം ആരിസോൺ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അതുപോലെ പുതുതായി വന്നവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമുക്ക് വേണ്ടത് നമ്മളെല്ലാവരുടെയും വീട്ടിലുണ്ടാവും കറിവേപ്പില ഇല്ലാത്ത വീടുകളൊന്നുമില്ല. ഇനിയിപ്പോൾ മരം ഇല്ലെങ്കിൽ കൂടി നമ്മൾ കടയിൽ നിന്നും മേടിച്ചിട്ടാണെങ്കിലും ഫ്രിഡ്ജിൽ എപ്പോഴും സ്റ്റോക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് കറിവേപ്പില. അപ്പം നമ്മുടെ ഈ ഒരു പാക്കിൻ്റെ ഏറ്റവും വലിയ ഹീറോ എന്ന് പറയുന്നത് കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പില നമ്മുടെ തലയോട്ടിയിൽ ഉണ്ടാകുന്ന ഫംഗസൊക്കെ മാറ്റി തലയോട്ടി ക്ലീൻ ആക്കാനും താരൻ പോകാനും പെയിൻ ശല്യമൊക്കെ കുറക്കാനും ചൊറിച്ചിലൊക്കെ ഇല്ലാതാക്കാനും മുടി നല്ല രീതിയിൽ കറുപ്പ് കളറിൽ വളരാനൊക്കെ സഹായിക്കുന്ന ഒരു കിടിലൻ സംഭവമാണ് നമ്മുടെ ഈ കറിവേപ്പില എന്ന് പറയുന്നത്. കറിവേപ്പില എപ്പോഴും നമ്മൾ ഹെയറിന് വേണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായ പച്ച കറിവേപ്പില ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. കടയിൽ നിന്നൊക്കെ കിട്ടുന്നത് കൂടുതലും കെമിക്കൽസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിന് ചെറിയൊരു വാട്ടം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതാണ് ഈ ഒരു വ്യത്യാസം വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഒരു സവാളയാണ്. സവാളയുടെ നീര് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തലയോട്ടി ക്ലീൻ ആക്കാനും ഫംഗസ് ഒക്കെ ഇല്ലാതാക്കാനും മുടി നല്ല പോലെ വളരാനൊക്കെ സഹായിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഈ കറിവേപ്പിലയും അതുപോലെ തന്നെ സവാളയും നമ്മുടെ ഉലുവയും കൂടി മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് വെളിച്ചെണ്ണയിലോ നല്ലെണ്ണയിലോ ഓയിൽ കാച്ചി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടി നമ്മുടെ മുടി നന്നായിട്ട് വളരാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലൂടെ വേറെ എന്തൊക്കെ ചേർക്കണമെന്ന് നമുക്ക് നോക്കാം. സവാളയും വേപ്പിലേക്ക് കഴുകി കൊണ്ടുവന്നിട്ട് ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് 2 തണ്ട് മുരിങ്ങയില ചേർത്തിട്ടുണ്ട്. ആവശ്യമില്ല, എൻ്റെ വീട്ടുമുറ്റത്തുള്ളത് കൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. ചേർത്താൽ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മുടെ മുടിക്ക് നല്ലൊരു സിൽക്ക്നെസ് കിട്ടാനും നല്ല സ്മൂത്ത് ആയിട്ടിരിക്കാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ നമ്മുടെ ചോറ് ചേർത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ്. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഞാനൊരു മൺചട്ടിയിലാക്കി മാറ്റി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ച് പുളിപ്പിച്ച് എടുത്തിട്ടുള്ള ആ ഒരു കഞ്ഞിവെള്ളമാണ്. നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. തലേദിവസത്തെ കഞ്ഞിവെള്ളം ഒരു മൺചട്ടിയിലാക്കി മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഇതുപോലെ അലുവ കഷ്ണങ്ങൾ പോലെ മുറിച്ചെടുക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇതാകുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഹെയർ ഗ്രോത്ത് കൂട്ടാനും തലക്ക് നല്ല തണുപ്പ് നൽകാനൊക്കെ സഹായിക്കും. അതുകൊണ്ടാണ് ഈ രീതിയിൽ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൂടി നമ്മളൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്ത് നല്ല കളറാണല്ലേ, നല്ല ഭംഗിയിൽ അരിഞ്ഞ് കെട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ അരിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ അരിക്കാം. ഞാനിപ്പോൾ നല്ല രീതിയിൽ അരച്ചെടുത്തപ്പോഴേക്കും എനിക്ക് തട്ടും തരിയും ഒന്നുമില്ലാതെ ഈ ഒരു രീതിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് വേണ്ടത് നമ്മൾ ഏതൊരു ഓയിലാണോ തലയിലേക്ക് യൂസ് ചെയ്യുന്നത് ആ ഒരു ഓയിലിൽ നിന്ന് ഒരു കുറച്ച്, അതായത് ഒരു 2, 3, 4 ഡ്രോപ്സ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ.
നിങ്ങൾ ഏതാണോ ഇപ്പോൾ വെളിച്ചെണ്ണയാണോ നല്ലെണ്ണയാണോ ഏതൊരു ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് ചേർത്ത് കൊടുക്കുക. ഞാൻ ആരീസിൻ്റെ ഹെയർ കെയർ ഹെർബൽ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് കുറച്ച്, അതായത് ഒരു 3-4 തുള്ളി ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഓയിൽ താരനും മുടി കൊഴിച്ചിലൊക്കെ മാറ്റി മുടി തഴച്ച് വളരാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഓയിലാണ് കേട്ടോ. കുറേ പച്ചമരുന്നുകൾ ഇടിച്ച് ചതഞ്ഞ് പിഴിഞ്ഞ് തയ്യാറാക്കുന്ന ഓയിലാണേ. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള 2 പ്രൊഡക്റ്റാണ്. ആവശ്യമില്ലെങ്കിൽ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. നമുക്കിതിൻ്റെ ഡേറ്റ് ഇന്നായതുകൊണ്ടിട്ട് ഇന്ന് തന്നെ ഈ വീഡിയോ ഇടുന്നതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു കംഫർട്ടായിട്ടുള്ള ഷൂസാണ് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഷൂസാണ്. നമുക്ക് ജീൻസിൻ്റെ കൂടെയും ഇപ്പോൾ നല്ല രീതിക്ക് പെയർ ചെയ്ത് പോകാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഷൂസാണ്. കളർ വന്നിട്ടാണെങ്കിൽ നല്ലൊരു കളർ കോമ്പോവും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴത്ത് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ കൊടുത്തേക്കാം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കണം കേട്ടോ. നല്ല രീതിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഷൂ ആണ്. പിന്നെ വന്നിട്ട് ഈ ഒരു ഷൂ കൂടി നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് നല്ലൊരു ഇതാണ്. ഒരു പെൺകുട്ടികൾക്കൊക്കെ മിഡിയുടെ കൂടെയും ചുരിദാറിൻ്റെ കൂടെയും ജീൻസിൻ്റെ കൂടെയൊക്കെ നല്ല രീതിക്ക് പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഈ ഒരു ഷൂസാണോ എന്താ അറിയില്ല, ഷൂസ്. അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇതിൻ്റെ വേറൊരു കളറും കൂടെ ഞാൻ വരുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ നമ്മളിത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആരീസ് ഹെർബ്സിൻ്റെ പുതിയൊരു അംഗം കൂടി വന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, ഒരു നല്ലൊരു ഫേസ് പാക്കിൻ്റെ പൗഡറാണ് കേട്ടോ. ഒരു അടിപൊളിയാണ്. മുഖത്തുണ്ടാകുന്ന കുരുക്കളൊക്കെ മാറി മുഖം നല്ല ക്ലീൻ ആകാനും നല്ല രീതിക്ക് വെളുത്ത് സ്കിൻ ചേഞ്ച് ആകാനുള്ള ഒരു അടിപൊളി ഒരു ആയുർവേദിക് ഫേസ് പാക്കാണ് കേട്ടോ. നമ്മളിതൊരു 10-13 തരം പച്ചമരുന്നുകൾ നമ്മൾ വാങ്ങി കഴുകി ഉണക്കി പൊടിപ്പിച്ച് തയ്യാറാക്കുന്ന പൗഡറാണ്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ഇല്ല, സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അത് നല്ല രീതിക്ക് കുരു വന്ന പാടുകളും അതുപോലെ തന്നെ കുരു വന്നിട്ടുള്ള മുഖങ്ങളൊക്കെ അതൊക്കെ മാറി ക്ലീൻ ആവാൻ സഹായിക്കുന്നു. ചന്ദനം, രക്തചന്ദനം, പുതിന, ആര്യവേപ്പില അതുപോലെയുള്ള ഒരുപാട് പച്ചമരുന്നുകളാണ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അത് താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. താല്പര്യമുള്ളവർ ഒന്ന് കണ്ടു നോക്കാനും ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാക്ക് നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ഒരു 10-20 മിനിറ്റ് തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അതിനുശേഷം നല്ല രീതിക്ക് മുടി ഒന്ന് കെട്ടിവെക്കുക. എന്നിട്ടൊരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞ് ചെറിയ രീതിയിൽ ഒരു ഉണക്കമൊക്കെ തലമുടിയിൽ വന്നതിന് ശേഷം നമുക്ക് നോർമൽ പച്ചവെള്ളത്തിൽ കഴുകിക്കളയാം. ഒരു കാരണവശാലും നിങ്ങൾ ഇതിനകത്തേക്ക് ഷാമ്പു യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത് കേട്ടോ. പച്ചവെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി. ഒരു സ്മെല്ലോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവില്ല. ഈ ഒരൊറ്റ പാക്ക് മതി നിങ്ങളുടെ തലയോട്ടിയിലുള്ള മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറി മുടി നല്ല തഴച്ച് വളരാനും നല്ല കറുപ്പ് കളർ നൽകാനൊക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആരി ഫ്രം ആരി 7. താങ്ക്